പക്ഷേ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുന്നവരെ, ഇതിനെ ആക്ഷേപിക്കുന്നവരെ, ഇതിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ? ഇതൊക്കെ ഒരു ആലിമിന് യോജിച്ചതാണോ? ഈ നിലക്കുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ താറടിക്കണതായ അവരങ്ങനെ താറടിച്ചതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഗുണം. മനസ്സിലായി? നമ്മളതിന് അതേ നാണയത്തിൽ മറുപടി പറയുന്നവരല്ല, മറുപടി പറയാൻ നമുക്ക് അറിയാത്തതുകൊണ്ടുമല്ല. നമ്മളേതായാലും പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളല്ലല്ലോ. അപ്പം നമുക്ക് അങ്ങോട്ട് അതേ നാണയത്തിൽ മറുപടി പറയാനൊന്നും കഴിയും. നമ്മൾ സംസ്കാരം അതിനെ അനുവദിക്കണില്ല. പറഞ്ഞവർക്ക് അതേ നാണയത്തിൽ അങ്ങോട്ട് മറുപടി പറയാം. ചില വാക്കുകളൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കുകളായിരിക്കില്ല. അപ്പം അതുകൊണ്ട് നമ്മളെ ഈ സഹനം എന്നുള്ളത് അതൊരു ദൗർബല്യമായി മനസ്സിലാക്കാതെ അത് വേണ്ട സ്ഥലത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഉത്തേജനവും ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ സടകുടഞ്ഞ് എഴുന്നേറ്റ് കൊണ്ടിട്ട് അത് ഇവിടെ പ്രവർത്തിക്കേണ്ടമാർക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതിനക്ക് എല്ലാ അപശബ്ദങ്ങൾക്കും എപ്പോഴും മറുപടി പറയാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചങ്കൂറ്റമുള്ള പണ്ഡിതന്മാരും അതിൻ്റെ പ്രവർത്തകരൊക്കെ ഉണ്ട് എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അർഹമുർ-റഹീമീനായ തമ്പുരാനെ ഈ പ്രസ്ഥാനത്തിനെ ഈ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ പ്രസ്ഥാനത്തിന് എതിരിൽ ശബ്ദിക്കുന്നതായ എല്ലാ ശബ്ദങ്ങളും ആ ശബ്ദങ്ങൾക്കുള്ള എല്ലാ ഷർറുകളെ തൊട്ടും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നീ രക്ഷപ്പെടുത്തണേ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ മിണ്ടാതെ ഇരുന്നപ്പോൾ നമ്മളെ അണികൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മളെ ഉസ്താദ് നിങ്ങൾ എന്ത് തകരാറ്, അത്ര വലിയ തകരാറൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നല്. തുറന്ന് പറയാൻ പലരും തുറന്ന് പറഞ്ഞ് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാതൊക്കെയാണ്. അതുകൊണ്ട് അവരോട് പറയാനുള്ളത്, നിങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിക്കുകയല്ലേ വേണ്ടത്. ഞങ്ങൾക്ക് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഓരോ മുശാവറ മെമ്പർമാരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഭരണഘടന ശരിക്കും പഠിച്ചുകൊണ്ടിട്ട് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അതെല്ലാം മുൻഗാമികളാവുന്ന നമ്മളെ മഹത്തുക്കളാവുന്നതായ ഒരു മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ തുടങ്ങി മഹത്തുക്കളാവുന്നതായ സഹാബത്തു താബീങ്ങളും താബീങ്ങളും ഇവരൊക്കെ കാണിച്ചു തന്ന വഴിയാണ് നമുക്കുള്ളത്. അവരെ ഹിദായത്തിനോടാണ് പിൻപറ്റേണ്ടത്. അപ്പം ആ ഒരു വഴിയിൽ കൂടി അവർക്കുള്ളതായ അവർ കാണിച്ചു തന്ന ആ മാർഗത്തിൽ പിൻപറ്റിക്കൊണ്ടിട്ട് മുസ്ലിം ലോകം ഇവിടെ അംഗീകരിച്ചു വരുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ അതൊക്കെ അതിനെ ആചരിച്ചുകൊണ്ടും അതിനനുഷ്ഠിച്ചു കൊണ്ടിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിലേക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഹാബത്ത് താബീങ്ങൾക്ക് അങ്ങനെ പരമ്പരാഗതമായി കിട്ടിയതാണിത്. ഇത് പരമ്പരാഗതമായി കിട്ടിയതല്ലാതെ പറഞ്ഞത് ശരിയല്ല. ഇത് പരമ്പരാഗതമായി കിട്ടിയതാണ്. ഈ പരമ്പര വളരെ വിശുദ്ധമായ പരമ്പരയാണ്. ഏതെങ്കിലും പരമ്പരയിൽ കൂടി കിട്ടിയതല്ല. വിശുദ്ധമായ മഹാന്മാരാവുന്ന മശായിഖന്മാർ ഉസ്താദന്മാർക്കുള്ള പരമ്പരയിൽ കൂടിയാണ് നമുക്ക് ഇൽമു കിട്ടിയിട്ടുള്ളത്. അവർ പഠിപ്പിച്ചു തന്നതായ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെയാണുള്ളത്. അവർ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഈ ഉമ്മത്തിൻ്റെ സ്ഥിതി? അതിഷ്ടമുള്ള മദ്ഹബ് ഇഷ്ടമുള്ളതൊക്കെ ഏതെങ്കിലുമൊക്കെ വാരിക്കോഴി പിടിച്ചുകാണ്ട് ഒരു മുക്കൂട്ട് മദ്ഹബ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ഉണ്ടാവുക? ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നതായ ആളുകൾ ഈ പ്രസ്ഥാനത്തിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞത് ഒരു ഇലാഹിയായ ഒരു പ്രസ്ഥാനമാണ്. നമ്മളെ മഹാന്മാരാവുന്ന മശായിഖന്മാർ നമ്മളെ കൈ പിടിച്ച് അവർ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. അതിന് പറ്റുന്നവരുന്നവരൊക്കെ. അപ്പോൾ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുകയോ ഇതിനെ എതിർക്കണ്ടെന്നല്ല പറഞ്ഞത്, എതിർക്കുന്നവർക്ക് എതിർക്കാം. പക്ഷേ ഈ പ്രസ്ഥാനത്തിനെ എതിർക്കുന്നവരെ, ഇതിനെ ആക്ഷേപിക്കുന്നവരെ, ഇതിൻ്റെ പണ്ഡിതന്മാരെ പരിഹസിക്കുന്നവരെ ഇപ്പം നടക്കുന്നതല്ലേ? ഇതൊക്കെ ഒരു ആലിമിന് യോജിച്ചതാണോ? ഈ നിലക്കുള്ളവരെ വയ്യാലെ കൂടിക്കൊണ്ട് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതായ ഒരു പണി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല.